വർക്ക് ചെയ്യാനോ? വാ. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൈറ്റിൻ്റെ പ്ലം കേക്ക് ഒരു മുഖ്യ ഘടകമാണ്. എനിവേസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ചെയ്തത് ഏകദേശം 100+ ഓർഡേഴ്സ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഈ ഒരു പ്ലം കേക്കിന്റെ ബോക്സസ് കംപ്ലീറ്റ്. റെഡ് തീമിലുള്ള ഹാമ്പേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു വലിയ ടാസ്ക് ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ളതായിരുന്നു. ആൻഡ് ഓൾസോ നട്ട്സും കൂടാണ് ഈ ഒരു ഹാമ്പറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബദാം, കാഷ്യൂ, കിസ്മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ജാർസ് ആയിട്ട് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ പ്ലം കേക്കും പിന്നെ ഒരു വിഷ് കാർഡും കൂടാണ് നമ്മൾ ഈ ഒരു ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഹാമ്പേഴ്സിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ടാസ്ക് വന്നിട്ടുള്ളത് 60 ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അത് ഭയങ്കര വലിയ ടാസ്ക് തന്നെ ആയിരുന്നു. 60 പീസ് റെഡ് ഹാമ്പേഴ്സ് കിട്ടാനില്ലാത്തതിനെ കൊണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കളേഴ്സും കൂടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള 30ഉം അതേപോലെ 10ഉം അങ്ങനെ 2 സെക്ഷൻ ആയിട്ടായിരുന്നു. അതിനകത്ത് കംപ്ലീറ്റ് നമ്മൾ സെയിം ഹാമ്പേഴ്സ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് 60 ഹാമ്പേഴ്സ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നത് എൻ്റെ 7th മന്ത് സെറമണിയുടെ ഡേറ്റിൻ്റെ അന്നായിരുന്നു. അന്ന് മോർണിംഗും കൂടെ വർക്ക് ചെയ്ത് 60 ഹാമ്പേഴ്സും അവിടെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹാമ്പേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിനല്ല ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലെ കസ്റ്റമേഴ്സിന് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ഷോപ്പിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ശരിക്കും താങ്ക്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ ആ ഫ്രണ്ടിനോടും അവളുടെ ഹസ്ബൻഡിനോടും തന്നെയാണ്. ആൻഡ് ഞാൻ പോകുന്നതിന് ശേഷം ഈ വർക്ക് ഡെലിവറി ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ ഫാമിലിയാണ്. അപ്പോൾ അവരോടുകൂടെ ഞാൻ താങ്ക്ഫുൾ.